പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി ചെയ്ത് പൈസ സമ്പാദിക്കുക എന്ന് പറയുന്നത് ഫോറിൻ കൺട്രീസിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു വളരെ കാലം മുൻപ് തന്നെ. ഒരു 13-14 വയസ്സ് മുതൽ തന്നെ കുട്ടികൾ പലതരത്തിലുള്ള ജോലികൾ, ഈ പലതരത്തിലുള്ള ജോലികൾ എന്ന് പറയുമ്പോൾ കാർപ്പൻട്രി, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്സ് ഇതുപോലും അതിൽ ഇൻക്ലൂഡഡ് ആണ്. കാരണം ഡിഗ്നിറ്റി ഓഫ് ലേബർ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചിന്താഗതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആദ്യം പഠിക്കുക, എല്ലാ പഠനവും കഴിഞ്ഞതിന് ശേഷം മാത്രം ജോലി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം. ഇതായിരുന്നു നമ്മുടെ നാട്ടിലെ ഒരു ചിന്താഗതി. പക്ഷെ ഇപ്പോൾ അതിന് കുറേ മാറ്റം വന്നിട്ടുണ്ട്. കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ജോലി ചെയ്ത് കുറച്ചെങ്കിലും പൈസ, ഒരു പോക്കറ്റ് മണി ആയിട്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം സ്കൂൾ ലെവലിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, അതായത് ഇപ്പോൾ ഒരു 13 വയസ്സ് 14 വയസ്സ് ആ ഏജിലൊന്നും ഇത് പോപ്പുലർ അല്ല എങ്കിൽ പോലും +2 അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് കുറച്ച് പൈസ സ്വയം ഉണ്ടാക്കണമെന്ന ചിന്ത നമ്മുടെ നാട്ടിലെയും കുട്ടികളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞു. ഇതൊരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. എന്തൊക്കെ തരത്തിൽ നമുക്ക് ഒരു പാർട്ട് ടൈം ജോലിയായിട്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളായിട്ട് ഞങ്ങളുടെ പഠനത്തിനോടൊപ്പം കൊണ്ടുപോകുന്ന തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. വീട്ടിലിരുന്ന് പണം സമ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈവൻ ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം അതുമൊക്കെ ആയി ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കയറി കണ്ടു നോക്കും. പക്ഷേ ഈ വീഡിയോ എന്ന് പറയുന്നത് അതല്ല ഞാൻ പറയാൻ പോണത്. ഈ വീഡിയോയിൽ ഞാൻ ഫ്രീലാൻസിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് എന്താണ് എന്നുള്ളത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. കാരണം അതെന്താണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാമെങ്കിൽ പഠനകാലത്ത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാൻ പറ്റും. ഫ്രീലാൻസിങ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ? പക്ഷെ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പെർട്ടിക്കുലർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നില്ല. അതായത് അവരുടെ റോൾസിലല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റോൾസിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് അതിനകത്ത് വ്യത്യാസം ഉണ്ടാവുക? നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഓഫീസിൽ പോകണം, അവിടെ ഇരുന്ന് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഒരു പെർട്ടിക്കുലർ സ്ഥലം. അത് ചിലപ്പോൾ ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം വീട്ടിലിരുന്നും അവരുടെ റോൾസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. പക്ഷെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈം ബാൻഡ് മുഴുവൻ നമ്മുടെ സമയം അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുകയാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ, അച്ഛനും അമ്മയെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? PF ഉണ്ട്, അതിനകത്ത് പൈസ പോകുന്നുണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്, DA ഉണ്ട്, TA ഉണ്ട് എന്നൊക്കെ. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം നമുക്ക് ലഭിക്കുന്ന ചില ആനുകൂല്യങ്ങളാണ്. അതുപോലെ അവധി എന്ന് പറയുന്നതും നമുക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ്. നമ്മൾ ഇത്ര നാൾ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഇത്ര ദിവസത്തെ ലീവ് നമുക്ക് എടുക്കാൻ പറ്റും. അതിനകത്ത് സിക്ക് ലീവ് ഉണ്ടാവും, കാഷ്വൽ ലീവ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പെൻഷൻ ഒരു ആനുകൂല്യമാണ്. ഇൻഷുറൻസ് ചില കമ്പനികൾ ആനുകൂല്യമായിട്ട് നൽകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊരു കമ്പനിയിലായിട്ട്, ഒരു കമ്പനിക്ക് മാത്രമായിട്ട് അവരുടെ റോൾസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ആനുകൂല്യങ്ങൾ കിട്ടും. പക്ഷെ ഫ്രീലാൻസിങ് ഈസ് ലിറ്റിൽ ഡിഫറെൻറ്റ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഒരു സ്കില്ലുണ്ട്, അത് ഗ്രാഫിക് ഡിസൈനിങ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് എന്നുള്ളത് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്കിൽ എന്തുമാവാം. അപ്പോൾ ഈ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന നിങ്ങളുടെ സ്കിൽ സെറ്റ് നിങ്ങൾ പല കമ്പനികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പല വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്തു കൊടുക്കുമ്പോൾ ആ ചെയ്തു കൊടുക്കുന്ന ജോലി എന്താണോ അതിന് ആനുപാതികമായ ഒരു എമൗണ്ട് നിങ്ങൾ ആദ്യം തന്നെ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നു. ആ എമൗണ്ടിൻ്റെ പുറത്താണ് നിങ്ങൾ ആ വർക്ക് ചെയ്യുന്നതും അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് അതിൽ നിന്ന് പൈസ വാങ്ങുന്നത്. ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം എന്ന് നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കുട്ടികൾ പ്രത്യേകിച്ചും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ സാധ്യത എന്താണ് എന്നുള്ളത് പറയാം. ഇപ്പോൾ ഫ്രീലാൻസിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു സ്കിൽ സെറ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഫ്രീലാൻസിങ് ചെയ്യാൻ സൗകര്യമുണ്ട്. അപ്പം നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാണ്. ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്തെടുക്കാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കും, ഇത്ര സമയത്തിനകം ഇത്രയും വർക്കുകൾ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളെ തന്നെ അഡ്വർടൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രീലാൻസിങ്ങിൽ പലപ്പോഴും പല ലെവൽ ഓഫ് സ്കിൽ സെറ്റുള്ള ആൾക്കാരെ കമ്പനികളും വ്യക്തികളും നോക്കാറുണ്ട്. അതിപ്പോൾ ചിലപ്പം ഒരു ബിഗിനറെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് സ്കില്ലുള്ള ആളായിരിക്കാം, ചിലപ്പോൾ എന്ന് പറയുന്നത് ഹൈലി പ്രൊഫഷണൽ സ്കിൽസ് ഉള്ള ആൾക്കാരെ ആയിരിക്കും. അപ്പോൾ ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ ചില സാധനങ്ങൾ, ഇപ്പോൾ ഫോട്ടോ എഡിറ്റിങ്ങിൽ തന്നെ ചിലർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, വലിയ പണിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ വെളുപ്പിച്ചിട്ട് ഒന്ന് കാണാൻ കുട്ടപ്പനാക്കിയിട്ട് ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് ചിലർ പറയും. പക്ഷെ ചിലരെന്താ പറയുക, യു ഹാവ് ടു ഗോ ഇൻ ടു ദ വെരി മൈന്യൂട്ട് ഡീറ്റെയിൽസ്, അത്ര ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് എഡിറ്റ് ചെയ്ത് തരണം എന്ന് പറയും. അപ്പോൾ ഇത്
എന്താണോ കമ്പനിക്ക് അല്ല എങ്കിൽ നിങ്ങൾക്ക് വർക്ക് തരുന്ന ആളുകളുടെ ആവശ്യം, അതിനനുസരിച്ച് നിങ്ങളുടെ സ്കില്ലിൻ്റെ ലെവൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതിൽ എന്ത് സ്കില്ലാണോ ഉള്ളത് അതിന് നിങ്ങൾ സ്വയം മാർക്കറ്റ് ചെയ്യാണ്. ദാറ്റ് ഐ കെൻ ഡു ദിസ് തിങ് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നു. ഇത് എവിടെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുക? അതാണ് ഇതിനകത്ത് ബിഗ്ഗസ്റ്റ് ക്വസ്റ്റൻ അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതൊക്കെ ഉണ്ട്, പക്ഷേ ഇതിപ്പോൾ എന്താ ചെയ്യുക, എവിടെയാണ് കൊണ്ടിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിൽ ഒത്തിരി അധികം സൈറ്റുകൾ ഇപ്പം ലഭ്യമാണ്. ഫോർ എക്സാമ്പിൾ fiverr.com അതുപോലെയുള്ള സൈറ്റുകൾ. അപ്പോൾ അതിനകത്ത് ഇതൊരു സ്പോൺസർ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ്. ജസ്റ്റ് ഒരു സാമ്പിൾ സൈറ്റിൻ്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് സൈറ്റ്സ് ലൈക്ക് ദിസ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ എന്താണോ അത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പ്ലസ് നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ പല സൈറ്റിലും പല രീതിയിലാണ് വരുന്നത്. ചില സൈറ്റുകളിൽ നിങ്ങൾ കൃത്യമായി നിങ്ങളെക്കുറിച്ചൊരു പാരഗ്രാഫ് എഴുതിയിടണം. സി ദിസ് ഈസ് വാട്ട് ഐ ക്യാൻ ഡു, ദീസ് ആർ മൈ സ്കിൽ സെറ്റ്സ്. കാരണം ഈ സ്കില്ല് തപ്പി വരുന്നയാൾ ഇത് നോക്കും. പ്ലസ് നിങ്ങൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വർക്കുകൾ അതിൻ്റെയും ഒരു ഐഡിയ അയാളെടുക്കും. ഇത് രണ്ടും കൂടി ആയതിനു ശേഷമാണ് ആ വ്യക്തി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പരസ്പരം നെഗോഷിയേറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ US ഇരിക്കുന്ന ഒരു ക്ലയൻറ്റിന് അല്ലെങ്കിൽ UK ഇരിക്കുന്ന ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡിസൈനിങ് വർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ബ്രോഷേഴ്സ്, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ബുക്കിൻ്റെ കവർ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്, സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്കിൽസിലുള്ള ആൾക്കാരുണ്ട്, മ്യൂസിക് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്കും പാട്ട് ചെയ്തു കൊടുക്കാൻ അങ്ങനെയാണെന്നൊന്നും അല്ല. ഇപ്പോൾ ഈവൻ യൂട്യൂബ് വീഡിയോസിൽ തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന മ്യൂസിക്കുകളുണ്ട്, റൈറ്റ്? അപ്പോൾ അത്തരത്തിലുള്ള മ്യൂസിക്കുകളാവാം, എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഇൻട്രോ മ്യൂസിക് ആവാം. ഞാൻ പറയാൻ വന്നത് മ്യൂസിക് ചെയ്യുന്ന ആൾക്കാർക്കും ഇതിനകത്ത് സ്കോപ്പ് ഉണ്ട്. സോ ഡോണ്ട് കൺഫൈൻ യുവർ സെൽഫ് തിങ്കിങ് ഇതൊരു ഡിസൈനിങ് സ്കില്ലുള്ള ആൾക്ക്, ഗ്രാഫിക് ഡിസൈനർ അവർക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ആൾ അയാൾക്ക് മാത്രമാണ്. നോ, കോണ്ടന്റ് റൈറ്റിംഗ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇതിനകത്ത്. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസ് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ദർ ആർ ലൈക്ക് ലോട്ട് ഓഫ് സ്കിൽ സെറ്റ്സ്. ഇനി ഈ സ്കിൽ സെറ്റ് നിങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാക്കുക? അതിന് പല വഴികളുണ്ട്. യൂട്യൂബിനകത്ത് ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട്. പക്ഷെ ഇനി യൂട്യൂബിലെ കോണ്ടന്റ് അല്ലാതെ നിങ്ങൾ വേറൊരു രീതിയിൽ ഇതിനെ കാണുകയാണെങ്കിൽ ഞാൻ പറയും, കുറച്ചുകൂടി ഒരു സ്ട്രക്ചേർഡ് ലേണിങ്ങിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള സൈറ്റുകളിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ യുഡേമിയൊക്കെ പോലെ ഒത്തിരി സൈറ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷെ അവിടെ എല്ലാം ചെന്ന് നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് സ്ട്രക്ചറാണോ അത് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ എനിക്ക് പിടുത്തം കിട്ടുന്നുണ്ടോ, എനിക്ക് ഇമാതിരി ഒരു രീതിയിൽ പോകാൻ പറ്റുമോ. അപ്പോൾ അത് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു സ്ട്രക്ചേർഡ് ലേണിങ്ങിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റും. യൂട്യൂബിൽ കോണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. യൂട്യൂബിലെ കോണ്ടന്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സ്ട്രക്ചേർഡ് രീതിയിൽ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം യൂട്യൂബിൽ ഏതാണ്ട് എല്ലാവരും ചെയ്യുന്ന കോണ്ടന്റിനകത്ത് they are actually giving a snapshot. അതിൽ നിന്ന് അവർ പറയും, ഓക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്നതുണ്ട്. അപ്പോൾ അതിനകത്തായിരിക്കും വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് അവർ പഠിപ്പിക്കുന്നത്. അതിൽ നിങ്ങളൊന്നും അയ്യോ അതെന്താണ് ഞങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേനും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നിട്ടും എത്രയോ നല്ല മനസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റുന്നുണ്ട്, who are actually giving in a lot of content that can help youngsters. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ലേണിങ്ങിന് പോകുന്നു എങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സൈറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹൗവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നോ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഓൺലൈൻ സൈറ്റ്സിൽ നിന്ന് പഠിക്കുന്നോ, യൂട്യൂബിൽ നിന്ന് ഫ്രീ കോണ്ടന്റ് എടുത്ത് പഠിക്കുന്നോ, പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ബ്രഷ് യുവർ സ്കിൽ സെറ്റ്. അപ്പോൾ ആ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഫ്രീലാൻസ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം, ഫ്രീലാൻസിൽ നിങ്ങൾ ഒത്തിരി പൈസ തുടക്കത്തിൽ തന്നെ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്, ഓക്കെ? ബട്ട് ഞാൻ മുന്നേ പറയാറുണ്ട്, ഒന്നുമില്ലാത്തതിലും നല്ലത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതാണ്. സോ കുറച്ചൊരു സാധനം, ഒരു ഇൻകം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിനകത്ത് നിന്ന് ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അങ്ങനെ ഏൺ ചെയ്ത് തുടങ്ങി പതുക്കെ നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ്, അതായത് ഇപ്പം നിങ്ങളൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനൊപ്പമാണ് നിങ്ങൾ ഈ ഫ്രീലാൻസിങ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് നിങ്ങളൊരു ജോലിക്ക് വേണ്ടിയിട്ട്, അതായത് ഓൺ റോൾസിലുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് കാണിക്കാൻ പറ്റും. നിങ്ങൾ ഇനിയുള്ള കാലത്ത് ഇൻ്റർവ്യൂവിന് ചെന്നിരുന്നിട്ട് മൈ നെയിം ഈസ് സോ ആൻഡ് സോ, ഐ കം ഫ്രം ഇന്ന പ്ലേസ്, ഇങ്ങനൊന്നും അല്ല പറയേണ്ടത്. യു ഹാവ് ടു ഷോക്കേസ് യുവർ സ്കിൽ സെറ്റ്. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചോദിക്കില്ലേ, ജോലിക്ക് പോകുമ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചോദിക്കണോ, പക്ഷേ ജോലി തരാതെ ഞങ്ങൾക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടാവുക? ദിസ് ഈസ് ഹൗ യു മേക്ക് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ ഫ്രീലാൻസിങ് വർക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാൻ പറ്റും.
ഇനി ഇതിനകത്ത് കള്ളത്തരങ്ങൾ നടക്കാറുണ്ടോ? നടക്കാറുണ്ട്. ചില സമയങ്ങളിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കോൺടാക്റ്റിന് ഇത്തരത്തിലുള്ള ഒരു സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് കിട്ടി, US ഇരിക്കുന്ന ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിലിരിക്കുന്ന ഒരു ക്ലയൻറ്റ്, അയാളുമായിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു, ഒരു റേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. ഈ റേറ്റ് ഫിക്സ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പൈസ കിട്ടാതിരിക്കുന്ന അവസ്ഥകളുണ്ടോ? അങ്ങനെയും ചില കേസുകളിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരാളുമായിട്ട് കോൺടാക്റ്റ് കീപ്പ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കൃത്യമായ ഒരു കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടാക്കണം. ഒരു പ്രപ്പോസൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ പറ്റണം. നിങ്ങളൊരു കോൺട്രാക്റ്റ് ആ വർക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് അയാളെ കൊണ്ട് സൈൻ ചെയ്യണം. ഇത്തരത്തിൽ പ്രൊഫഷണൽ ആയിട്ട് ഈ കാര്യങ്ങളെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. സോ യു നീഡ് ടു നോ ഹൗ ടു മേക്ക് എ പ്രപ്പോസൽ, യു നീഡ് ടു നോ ഹൗ ടു മേക്ക് എ കോൺട്രാക്ട്. കോൺട്രാക്റ്റിനകത്തുള്ള ക്ലോസുകൾ എന്തൊക്കെയായിരിക്കണം, അപ്പോൾ അതിൽ നമ്മൾ വർക്കിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്കുള്ള പേയ്മെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കണം, ഇതെല്ലാം കൃത്യമായിട്ട് കോൺട്രാക്റ്റിൽ എഴുതി ഒപ്പിട്ട് വേണം നിങ്ങൾ ഒരു വർക്കിലേക്കൊക്കെ കടക്കാൻ. അപ്പോൾ ഈവൻ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത്, ഒരു പ്രപ്പോസൽ ഉണ്ടാക്കുന്നത്, അത് എങ്ങനെ പ്രൊഫഷണൽ ആക്കി നമുക്ക് മാറ്റാൻ പറ്റും, ഈ കാര്യങ്ങളെല്ലാം തന്നെ അതും നൽകുന്ന സൈറ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എഗെയിൻ ഈ ഗ്രാഫിക് ഡിസൈനിങ് പോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത് ഓൺലൈൻ അല്ല എങ്കിൽ ഞാനൊരു ഓഫ്ലൈനിലൊരു ഓപ്ഷൻ പറഞ്ഞിട്ട് ജസ്റ്റ് ടു ഗിവ് യു എ സീഡ് ഓഫ് തോട്ട് കേട്ടോ. ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എനിക്ക്. നിങ്ങളൊക്കെ ഫേസ്ബുക്ക് പോട്ടെ, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും പോപ്പുലറായി നിൽക്കുന്നത് ഇൻസ്റ്റഗ്രാമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ എല്ലാവർക്കും ഒരു സോഷ്യൽ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലർക്കും തന്നെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യണം. പക്ഷേ ഇത് എങ്ങനെ അപ്ലോഡ് ചെയ്ത് ഒരു നല്ല കോണ്ടന്റ് ആക്കി ആളുകളെ കൊണ്ട് വാവ് പറയിക്കാം എന്നുള്ളത് അറിയില്ല. സോ മേ ബി നിങ്ങൾ താമസിക്കുന്ന ജസ്റ്റ് ഒരു സീഡ് ഓഫ് തോട്ടാണിത്. നിങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ, ആ ഏരിയയിൽ നിങ്ങളുടെ വാർഡിൻ്റെ കൗൺസിലർ ആയിരിക്കാം, അല്ല എങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പാർട്ടിയുടെ എന്തെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം. അവരൊക്കെ ഒത്തിരി സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവും. ഈ സോഷ്യൽ ആക്ടിവിറ്റീസ് ആളുകളുടെ ഇടയിൽ ഓക്കെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് എത്തിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. പക്ഷെ അത് ചെയ്യാനുള്ള സ്കിൽ സെറ്റ് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് പേഴ്സണലി പോയി സംസാരിക്കാം. ഓക്കെ നിങ്ങൾ എന്താണോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് അതിന് സോഷ്യൽ മീഡിയയിലൂടെ കറക്റ്റായിട്ട് ഞാനതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് തരാം ചേട്ടാ എന്ന ആളോട് പോയി നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങൾക്ക് ആകെ വേണ്ടത് എന്താണ്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ ഫോട്ടോസ് അയച്ചു തരാൻ പറയാം. ആ ഫോട്ടോസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒത്തിരി സാധനങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇനി പലപ്പോഴും ലൈവ് എടുക്കുന്ന ഫോട്ടോസ് ഇത്തരം ആക്ടിവിറ്റീസിന് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ടത് കുട്ടി കുട്ടി ബ്രോഷേഴ്സാണ്. എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ് വരുന്ന സമയത്ത്, ഉത്സവങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ ഫോർ എക്സാമ്പിൾ ഓണം, ക്രിസ്മസ്, അങ്ങനെ വാട്ട് എവർ ഇറ്റ് ഇസ് വരുമ്പം അതിനൊക്കെ ഒരു ആശംസ അവർ അറിയിക്കുന്നതായിട്ടുള്ള സാധനം. ഇതൊക്കെ ക്യാൻവ പോലുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിനൊന്നും വലിയ പണിയൊന്നുമില്ല. അത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ള സാധനം തന്നെ നമുക്ക് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് നിങ്ങൾ ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കുകയാണ്. ഇത്ര കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും, ഒരാഴ്ചയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 പോസ്റ്റ് അല്ലെങ്കിൽ 3 പോസ്റ്റ് ഞാൻ ചെയ്തു തരാം. ഓക്കെ, ഞാൻ തന്നെ അത് അപ്ലോഡ് ചെയ്യാം, ഞാൻ തന്നെ ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാം. ഇത്തരത്തിൽ നിങ്ങൾ പോയി സംസാരിക്കുക. അല്ലാതെ ആദ്യം തന്നെ ഞാനൊരു വലിയ കമ്പനീൻ്റെ സാധനം മാത്രമേ ഏറ്റെടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വിച്ച് വിൽ ഗിവ് യു എ സ്മോൾ എമൗണ്ട് ഓഫ് ഇൻകം, ഇതാണ് ഇങ്ങനെ കയറുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടി ഈ കോളേജിലേക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അവിടെ ചെന്നിരുന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റില്ലേ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ പോസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഇതിനുള്ള ഇൻട്രസ്റ്റ് എനിക്ക് പണ്ട് മുതലേ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞത് മുതൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. അത് കുറച്ചും കൂടി റിയൽ ലൈഫ് എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന ആൾക്കാരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈറ്റുകൾ ഇതാണ്ട്, നിങ്ങൾ തന്നെ ഒന്ന് കയറി നോക്കൂ അതെങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്തിട്ടുള്ളത്. നൗ ദിസ് ഈസ് വാട്ട് യു കോൾ ദ പ്രോപ്പർ ലെവൽ ഓഫ് സെൽഫ് മാർക്കറ്റിംഗ്. ഓക്കെ, ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ സെൽഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റണതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നല്ലോണം ആലോചിക്കണം, വാട്ട് ഈസ് ദറ്റ് സ്കിൽ സെറ്റ് ദാറ്റ് ഐ എം ഹാവിങ്, ഇതിനെ ആർക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് മാർക്കറ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് ഓൺലൈനിൽ ഇപ്പോൾ ഒരു US ഇരിക്കുന്ന ക്ലയൻറ്റ്, UK ഇരിക്കുന്ന ക്ലയൻറ്റ് എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ വീടിനടുത്ത് പോലും നിങ്ങൾക്ക് ചിലപ്പം ഒരു ക്ലയൻറ്റിനെ കിട്ടും. നിങ്ങൾ കണ്ണ് തുറന്നൊന്ന് നോക്ക്. നിങ്ങൾ ആ ആംഗിളിൽ ചിന്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ സ്കിൽ സെറ്റിന് ശരിക്കും ആവശ്യമുള്ള ആള് അവിടെ നിന്ന് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ എത്ര തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്നോ.
ബട്ട് നാളെ തന്നെ ഇതിൽ നിന്ന് ₹1,00,000 വരുമാനം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എത്ര ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്തു തുടങ്ങുന്നോ അത്രമാത്രം നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, അത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും കോൺഫിഡൻ്റ്ലി. കാരണം നിങ്ങൾ റിയൽ ലൈഫ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് കൊണ്ടുവരാൻ ആലോചിച്ച് പ്രോപ്പർലി ഫോക്കസ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റെപ്സ് ഓരോന്നായിട്ട് ബിൽഡ് ചെയ്ത് മുമ്പോട്ട് പോവാം. നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും ഇത് സാധിക്കും. ഗുഡ് ലക്ക്.